മിഥുൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഫൈൻ ചെറിയമ്മേ, ഇപ്പൊ കുഴപ്പമില്ല. ആന്റി ഫോൺ ചെയ്തോണ്ടാ ഞാൻ കാര്യം അറിഞ്ഞേ. അതല്ല അരുണമേച്ചി, ഈ അവസ്ഥയിൽ മഞ്ജരി കൂടെ ഉണ്ടാവണമെന്ന് മിഥുനും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ടാ ഞാൻ അവളെ വിളിച്ച് കാര്യം പറഞ്ഞത്. മഞ്ജരി, എന്നായാലും മിഥുൻ നിന്റെ മാത്രം സ്വന്തം. അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താ മിഥുനേട്ടാ, മഞ്ജരി എത്തിയതോടുകൂടി ഏട്ടൻ ഹാപ്പി ആയി കാണുമല്ലോ. ഒത്തിരി സന്തോഷായി. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എവിടേക്കാ ചേട്ടാ? മേഘനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എല്ലാരും അത് മറന്നു. മിഥുൻ, മേഘന ഇവിടെയുള്ളിടത്തോളം അവളോട് നീ നോർമലായിട്ട് തന്നെ പെരുമാറണം. ബി കെയർഫുൾ. അയ്യോ, എന്റെ കരിമണി മാല. അയ്യോ, ചവിട്ടരുത് പ്ലീസ്. ചവിട്ടരുതൊന്ന് മാറി നടക്ക് പ്ലീസ്, പ്ലീസ്. അയ്യോ, എന്റെ കരിമണിമാല. ചവിട്ടല്ലേ പ്ലീസ്. മോളെ മേഘനെ, അച്ഛൻ എപ്പോഴാ വന്നേ? ഞാനൊന്നും അറിഞ്ഞില്ല. അച്ഛൻ മിഥുനേട്ടനെ പോയി കണ്ടായിരുന്നോ? കണ്ടു മോളെ. മിഥുനേട്ടന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ? പറയച്ച കുഴപ്പമില്ലല്ലോ? ഇത് കണ്ടില്ലേ, എന്റെ കരിമണിമാല പൊട്ടിപ്പോയി. താലി ഇതിലായിരുന്നു. ഇത് എന്തിന്റെ സൂചനയാണെന്ന് പേടിയാവുന്നു. എന്റെ താലിക്ക് എന്തോ അപകടമുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയല്ലെന്നറിയില്ലേ? പക്ഷെ ആ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ലായിരുന്നല്ലോ. മഞ്ജരി ഞാനും തമ്മില് എത്ര കാലമായിട്ടുള്ള പ്രണയമാണെന്ന് നിങ്ങൾക്കറിയാലോ. എന്താ അച്ഛനൊന്നും മിണ്ടാത്തെ? അവ സുഖായിരിക്കുന്നു മോളെ. എന്റെ പേടിയെല്ലാം നിന്നെ കുറിച്ചാ. അച്ഛൻ എന്തേ പറയുന്നേ? മിഥുനേട്ടന്റെ അച്ഛനായിരുന്നിട്ട് പോലും സ്വന്തം അച്ഛനേക്കാൾ നന്നായിട്ടല്ലേ അച്ഛൻ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നേ?
എനിക്ക് എന്ത് പറ്റാനാണ് അച്ഛാ? അതിലെനിക്ക് ഒരു പേടിയില്ല. നിന്റെ അപ്പൂപ്പൻ നിന്നെ നോക്കിയതിനേക്കാളും നന്നായിട്ട് ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം മേഘന മോളെ. അച്ഛനും അമ്മയും ഇല്ലാത്തതിന്റെ കുറവ് ഒരിക്കലും നീ അറിയില്ല. എനിക്കറിയാം, പക്ഷെ മിഥുനേട്ടനൊന്നും പറ്റരുത് അച്ഛാ. ഒന്നും പറ്റരുത്. അച്ഛൻ അങ്ങോട്ട് പോയിക്കോ. ഞാൻ ഈ കരിമണി ഒന്ന് പെറുക്കി എടുത്തോട്ടെ അച്ഛാ, എന്നിട്ട് ഒന്നും അറിയേയില്ല, അതിന്റെ പേരിലൊന്നും ഉണ്ടാകുകയില്ല. മേഘനെ, മേഘനെ, നിനക്ക് ബോധം തെളിഞ്ഞിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാ ഞങ്ങൾ ഇവിടേക്ക് പോകുന്നത്. അതൊന്നും സാരല്ലമ്മേ. മിഥുന്റെ ജീവൻ രക്ഷിച്ചതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച് മേഘനെ. അത് എന്തിനാ അമ്മ അന്യരോടെന്ന പോലെ എന്നോട് ഇത്രയും വലിയ വാക്കുകളൊക്കെ പറയുന്ന? മിഥുനേട്ടന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമല്ലേ? ഞാൻ മിഥുനേട്ടന്റെ ഭാര്യയമ്മേ. ചിലപ്പോ എന്റെ ജീവൻ പോയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ മിഥുനേട്ടൻ എന്തേലും പറ്റിയ എനിക്കത് സഹിക്കാനാവില്ല അമ്മേ. മേഘന, സാരമില്ല. മേഘന, മിഥുനേട്ടന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വേദനയൊക്കെ മാറിയല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല.
എന്താ എവിടെയോ കണ്ടു മറന്ന മുഖമാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ല പൊണ്ണാക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ നിശ്ചയത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നീ കാല് തന്നെ വീഴാൻ പോയപ്പോ രക്ഷിച്ചത് ഞാനായിരുന്നു കേട്ടോ. മിഥുനും ഞാനും ഫ്രണ്ട്സാ. ഓ, മഞ്ജരി അല്ലേ? അതെല്ലോ, ഞാനും മിഥുനും വളരെ കാലായി നല്ല ഫ്രണ്ട്സാ. മിഥുനെ ഒന്ന് കണ്ടിട്ട് പോവാൻ വേണ്ടി വന്നതാ. മിഥുന്റെ ഫ്രണ്ട് മാത്രമല്ല മഞ്ജരി. അവള് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് കൂടിയാ. മാത്രമല്ല, ബിസിനസിന്റെ കാര്യത്തിനാണെങ്കിലും അവരുടെ കമ്പനിയുമായിട്ട് ഞങ്ങളുടെ കമ്പനിക്ക് ടൈപ്പ് ഉണ്ട്. ആ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം മഞ്ജരിയാ നോക്കി നടത്തുന്നത്. ഓ, അല്ല, എന്താ പറ്റിയത്? എല്ലാവരുടെയും മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അത് പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് ഓർത്തപ്പോ എല്ലാവർക്കും വളരെ വിഷമായിപ്പോയി. മിഥുനേട്ടന് വല്ലതും പറ്റുമെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് പേടിയാവുന്നത് അച്ഛാ. ജയേട്ടാ, എന്താ ആലോചിക്കുന്നത്? മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ. അരുണിമേ, മേഘന ഒരു വസ്തുവല്ല, ഒരു റോബോട്ടും അല്ലെന്ന് ഓർക്കണം. അവള് മനസ്സുള്ള ഒരു വ്യക്തിയാ. അവളുടെ മുമ്പിലുള്ള ഈ അഭിനയവും ഇത്രയേറെ സ്വാർത്ഥതയോടെയുള്ള ഈ ചിന്തയും ശരിയല്ലെന്ന് തോന്നുന്നു അരുണിമേ. ഇങ്ങോട്ട് വരുമ്പോ അവളുടെ കരിമണിമാല പൊട്ടി താഴെ വീണു. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടതുപോലെ അവൾ പിടഞ്ഞു വരണമേ. നാളെ ഒരിക്കൽ മഞ്ജരിയുടെ കാര്യം അവൾ അറിഞ്ഞാൽ അവളതൊരിക്കലും സഹിക്കില്ല. നോക്ക് ജയേട്ടാ, മിഥുൻ മഞ്ജരിയുടെ ജീവിതത്തിലേക്കും മഞ്ജരി മിഥുന്റെ ജീവിതത്തിലേക്കും ഇന്നും ഇന്നലെ വന്നതല്ല. അവര് സ്നേഹത്തിലായിട്ട് എത്രയോ കാലായി. അക്കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അന്ന് ഭാർഗവ പണിക്കര് പറഞ്ഞതെന്താ? പൂർണ്ണ മനസ്സോടെ മേഘന മിഥുനെ കല്യാണം കഴിച്ചാൽ മാത്രമേ ദോഷനിവാരണം ഉണ്ടാവുന്നല്ലേ ചേട്ടാ. അതുകൊണ്ട് മാത്രമല്ലേ മേഘനയെ കാര്യങ്ങളൊന്നും അറിയിക്കാതെ രഹസ്യമായിട്ട് ഈ കല്യാണം നടത്തി. അങ്ങനൊരു കല്യാണം അന്ന് നടന്നുകൊണ്ട് മാത്രം മിഥുന ഇന്ന് ജീവനോടെ തിരിച്ചു കിട്ടിയത്. ഇത് സ്വാർത്ഥതയായിട്ട് കരുതണ്ട. നമ്മുടെ മിഥുന് വേണ്ടി നമ്മൾ ചെയ്തൊരു ത്യാഗം ഇത്. നീ പറയുന്നതൊക്കെ ശരിയാ. എന്നാലും
ആ പാവം മേഘനയുടെ ജീവിതത്തിനും അതിൻ്റെതായ വില നമ്മൾ കൊടുക്കണ്ടേ? നാളെ ഒരിക്കൽ അവള് സത്യം മനസ്സിലാക്കുമ്പോ അവള് ജീവിച്ചിരിക്കും തന്നെ എനിക്ക് പേടിയാവുന്നു. എന്റെ ജയേട്ട, മേഘനയുടെ കാര്യോർത്ത് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നാളെ മിഥുനും അവളും തമ്മിൽ വേർപിരിഞ്ഞാലും ഒരു തരത്തിലും അവള് വിഷമിക്കില്ല. ആ ബാധ്യത എന്റേതാ. ഒരു വിധത്തിൽ പറഞ്ഞ നമ്മൾ അവളെ സഹായിക്കുകയാണ് ചെയ്തത്. അവളുടെ ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ ഒരു പ്രപ്പോസലുമായി നമ്മൾ മേഘനയെ കണ്ടില്ലായിരുന്നെങ്കിൽ അവരാ ജഗദീഷിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചേന്. അതോടുകൂടി അവളുടെ ജീവിതം തന്നെ തകർന്നു പോയേന്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നമ്മൾ അവളെ ശരിക്കും കരകയറ്റ ചെയ്തത്. ഇനി നാളെ അവൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിലും ഒരു തരത്തിലും ബുദ്ധിമുട്ടാതെ അവൾക്ക് അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും. ഇനി ഇക്കാര്യം ചിന്തിച്ച് ജയേട്ടൻ ഒരിക്കലും വിഷമിക്കരുത്. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. അതല്ല രുണിമേ. പ്ലീസ് ജയേട്ട, ഇനി ഈ കാര്യത്തിൽ ജയേട്ടൻ ഒരിക്കലും ഇടപെടാൻ നിൽക്കരുത്. സഞ്ജനയാ? ഇങ്ങതാ. ആ പറയൂ സഞ്ജനെ. വല്യമ്മേ, ഇവിടെ മൃത്യുഞ്ജയ ഹോമം കംപ്ലീറ്റ് ചെയ്തു. അവിടെ വല്യേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. വല്യമ്മേ, ഞാൻ പണിക്കരമാവിന്റെ കൈ കൊടുക്കാം. ആ അരുണിമേ, പറയൂ പണിക്കരെ. ദൈവാനുഗ്രഹം കൊണ്ടാ അവൻ ഇതിന്ന് രക്ഷപ്പെട്ടത്. മേഘനയാണ് അവനെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല. അത് നന്നായി. മൃത്യുഞ്ജയ ഹോമവും വിജയകരമായി കഴിഞ്ഞതുകൊണ്ട് ദൈവാനുഗ്രഹവും ഇതിന് കൂട്ടുണ്ടാവും. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ ശ്രീരാമനവമിയാണെന്ന് ഓർക്കണം. അതും ഭംഗിയായി നടത്തിയാൽ പിന്നങ്ങോട്ടെല്ലാം ശുഭം തന്നെ. ആയിക്കോട്ടെ പണിക്കരെ. എന്തു പറ്റി ഹർഷിണി? ചെറിയമ്മേ, ഏട്ടനൊപ്പം മഞ്ചേരി നിൽക്കുന്നതാ എനിക്കിഷ്ടം. മേഘന എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കണം. കുറച്ച് നാളൂടെ സഹിച്ചേ പറ്റൂ. കൂൾ. മിഥുൻ, are you okay? നോ ഡാഡ്. അച്ഛനിപ്പോ എന്നെക്കാളും മേഘനയോടാണ് ഇഷ്ടമല്ലേ? എന്നെ വന്ന് കാണാതെ അങ്ങോട്ടേക്കല്ലേ അച്ഛൻ പോയത്? അങ്ങനെയല്ല മിഥുൻ. നിങ്ങൾ രണ്ട് മക്കളും എനിക്ക് രണ്ട് കണ്ണുകൾ പോലെയാണ്. ഒരാൾ കൂടുതലോ മറ്റേയാൾ കുറവോ അല്ല. രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും എന്ന് ഇതുപോലെ ഒന്നിച്ചുണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം നിങ്ങൾ രണ്ടുപേരും എനിക്കൊരു സത്യം ചെയ്തു തരണം. ഇനി അങ്ങോട്ടൊന്നും